ഹായ് ഫ്രണ്ട്സ്, ഷൈനി കൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്ത 15 ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നതെന്നാണ്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ്, 8 ഓഫ് തോട്ട്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, ചാരിയറ്റ്, ദ ടവർ, ദ മജീഷ്യൻ, 2 ഓഫ് വാണ്ട്സ്, സ്ട്രെങ്ത്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് സോട്ട്സ് ആണ്. ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ റെസ്ട്രിക്ഷൻസ് വച്ച് നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ബന്ധനത്തിൽ നിങ്ങൾ തന്നെ ഒരു ബന്ധനത്തിൽ വെച്ചിരുന്നു. അത് മാനസികമായും അല്ലാതെ നിങ്ങളുടെ ചില സിറ്റുവേഷൻസും, അതായത് മാനസികമായി ഇപ്പോൾ നിങ്ങൾ കുറേ സ്ട്രഗിൾസിലൂടെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കുറേ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കും, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങൾ കുറേ സ്ട്രഗിൾസിലൂടെയും സങ്കടത്തിലൂടെ നിങ്ങൾ കടന്നു പോയപ്പോൾ പിന്നെ അത് തന്നെ നിങ്ങൾക്കൊരു ബന്ധനമായി, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും അതിൽ തന്നെ വീണുകൊണ്ടേയിരുന്നു. ആ ഒരു കുഴിയിൽ നിന്ന് നമ്മൾ എണീറ്റിങ്ങനെ പിടിച്ച് കയറി ലാസ്റ്റിലെത്തിയിട്ട് വീണ്ടും അതിലേക്ക് വീഴും. അങ്ങനെ നിങ്ങൾക്ക് ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടും മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നാലും മേ ബി ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങളെ ഒന്ന് ഡിസപ്പോയിൻ്റ് ആയിരിക്കും. വീണ്ടും നിങ്ങൾ ആ കുഴിയിൽ വീഴും. അതും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതെനിക്ക് പ്രശ്നമാണ്, എനിക്കിത് ശരിയില്ല, എനിക്കിത് മാച്ച് അല്ല എൻ്റെ ലൈഫിന്, ഞാൻ ഇത് ബ്രേക്ക് ചെയ്യേണ്ട സമയമായെന്ന് നിങ്ങൾക്കറിഞ്ഞാൽ പോലും നിങ്ങൾ അതിൽ നിന്ന് ട്രൈ ചെയ്ത് വരുമ്പോൾ വേറെ ആരെങ്കിലും നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി വന്ന് എന്തെങ്കിലും ഒരു സ്നേഹവാക്കോ അല്ല പ്രലോഭനങ്ങളോ പറഞ്ഞാൽ മതി, നിങ്ങൾ വീണ്ടും വീഴും. വീണ്ടും അതേ പ്രശ്നം, അതേ ചാലഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ബന്ധനമായി നിങ്ങൾ ഇതുവരെ പോയിട്ടുണ്ട്. കുറച്ച് പേർക്ക് ആ ഒരു ലവ് ആൻഡ് റിലേഷൻഷിപ്പിലുള്ള ആ ബന്ധം തന്നെ നിങ്ങൾക്കൊരു ബന്ധനമായി മാറി. അതിൽ പെട്ട് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ല, അതിൽ നിന്ന് പുറത്തു വരാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു നീറിപ്പൊകഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങൾ നയിച്ചു കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ഇതും പറയുന്നത് ഇവിടെ ഒരു വ്യക്തി, ഇവിടെ ഒരു ഡോർ അടഞ്ഞിരിക്കുന്നു, പക്ഷേ ഇവിടെ ഒരു താക്കോലും ഉണ്ട്. പക്ഷേ അത് തുറന്ന് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പോകാൻ പറ്റും. എന്നാൽ നമ്മൾ അതിൽ പോകാതെ അവിടെ തന്നെ സ്റ്റക്കായി അവിടെ കരഞ്ഞ് തളർന്ന് ഇത് തന്നെയാണ് എൻ്റെ ജീവിതം, എനിക്കിനി നല്ലതൊന്നും കിട്ടില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഇങ്ങനെ നമ്മളൊരു ബന്ധനത്തിൽ പെട്ടു നിൽക്കുന്ന അവസ്ഥ. ഈ 2 കാർഡ്സും പറയുന്നത് അങ്ങനെയാണ്. ആ ചെയിൻ അത് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ ഒരു ദുഃഖവും പ്രശ്നത്തിലൂടെ ഇങ്ങനെ ഒരു കാർമിക് സൈക്കിൾ പോലെ കുറച്ച് പേർക്കൊക്കെ ഇതൊരു കാർമിക് സൈക്കിൾ തന്നെയാണ്. ചില റിലേഷൻഷിപ്പിൽ പെട്ട് നമ്മളിങ്ങനെ നരകിച്ച് നമുക്ക് പുറത്തു പോകാൻ പറ്റുമെങ്കിലും നമ്മൾ പോവാതെയും അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാതെയും നമുക്ക് അതിനുള്ള മൈൻഡ് സെറ്റ് ഇല്ലാതെയും നിങ്ങളിങ്ങനെ ഇരുന്ന് അത്രയും സ്ട്രഗിൾ ചെയ്ത് പോയ ചില വ്യക്തികളുണ്ടാവും. കുറച്ച് പേർക്കൊക്കെ മണി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. റിലേഷൻഷിപ്പിന് വേണ്ടി കുറേ പേര് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ബേസിലോ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അവസരങ്ങളെ മറ്റുള്ളവർ യൂസ് ചെയ്താണ്. ഇങ്ങനെയൊക്കെ കുറേ നഷ്ടങ്ങളിൽ പെട്ട് അതിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ ഇതുവരെ. ഈ 2 കാർഡ്സും പറയുന്നത് അങ്ങനെ ഒരു കടന്നുപോയ വ്യക്തിയാണ് നിങ്ങൾ. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് വരുന്നു. ഇവിടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ചാരിയറ്റ് കാർഡാണ്. നിങ്ങളിനി നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ഓൺ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഒരു 2 സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ്, ജോബ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഹാപ്പിനെസ്, ഇതൊന്നും നോക്കാതെ ഒരു 2 സിറ്റുവേഷൻസും കൂടെ ബാലൻസ് ചെയ്യാൻ നോക്കി നിങ്ങളിങ്ങനെ എന്നും ഒരു ദുഃഖത്തിലും പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് അതിനൊരു മാറ്റം വരാൻ പോകുന്നു. അത് ചേഞ്ച് ആവും. നിങ്ങൾക്ക് ഒന്ന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് ആ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കും. ആ ഈശ്വരൻ നിങ്ങൾക്ക് അതിന് സപ്പോർട്ട് നിന്ന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് തരും. അത് നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ ലൈഫിലായാലും നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടവറാണ്. അതും പറയുന്നത് ഇതുവരെ നിങ്ങൾ ആ ഒരു പെട്ട് നിന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത്രയും ദുഃഖത്തിലും സങ്കടത്തിലും ആ ഒരു കാർമിക് സൈക്കിളിൽ പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു എൻഡിങ് ആണ് വരാൻ പോകുന്നത്. അതിനൊരു മാറ്റം വരാൻ പോകുന്നു. കാർമിക് സൈക്കിൾ എൻഡാകാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഒരു അഡിഷൻ അല്ലെങ്കിൽ ആ ഒരു പെട്ട് നിൽക്കുന്ന അവസ്ഥ, ഒരു നരകതുല്യമായ വേദന, അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോകുന്നു. അതിനാ ഈശ്വരൻ നിങ്ങളെ
സഹായിക്കുമെന്നാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന 4 ഓഫ് വാണ്ട്സ് ആണ്. ഇതും ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് എനിക്കിത് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് എനിക്ക് പുറത്ത് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ബേസിലാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഒരു ചേഞ്ച് വരണമെന്ന് നിങ്ങൾ അത്രയും പ്രാർത്ഥിച്ച് കൊതിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ആ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. റിലേഷൻഷിപ്പിലായാലും എന്നും ഒരു ചെയിൻ, അതായത് വരും പോകും, ആ വ്യക്തി ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മൂവ്മെൻറ്റും മാറ്റമാണ് വരാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾ നിന്ന സിറ്റുവേഷൻസിൽ നിന്ന് ഒരു പുതിയ സ്റ്റാർട്ട് വരാൻ പോകുന്നു. നിങ്ങളുടെ ഇത് മജീഷ്യനും പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. 4 ഓഫ് വാണ്ട്സും പറയുന്നത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങളുടെ ഏതോ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് വരാൻ പോകുന്നു. ഇത്രയും ദിവസം നിങ്ങൾ അത്രയും സങ്കടത്തിലും ആ ഒരു റിലേഷൻഷിപ്പിലും ഒക്കെ പെട്ട് നിങ്ങളൊരു അഡിഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. നിങ്ങൾ അത്രയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇതിൽ നിന്നൊന്ന് പുറത്ത് വന്നെങ്കിൽ, ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിഞ്ഞെങ്കിൽ, ശാന്തമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. അതുമാത്രമല്ല, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കുള്ളിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ കൂടെ നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ ചോദിക്കണമെങ്കിൽ എനിക്ക് ഹീലാകാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ ഹീൽ ചെയ്യും? പക്ഷേ നമ്മൾ മറ്റൊരാളെ, നമ്മുടെ മുമ്പിൽ ഒരു സങ്കടം പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയെ നമ്മളൊന്ന് സമാധാനിപ്പിച്ച് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അറ്റ് ദ സെയിം ടൈം നമ്മളും കൂടെയാണ് അവിടെ ഹീലാകുന്നത്. സോ അങ്ങനെയുള്ള ഒരു കഴിവ് നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു പർപ്പസും കൂടെ ആയിരിക്കാം. ഈ കാർമിക് സൈക്കിളൊക്കെ എൻഡ് ആകുമ്പോൾ നമ്മുടെ പർപ്പസിൽ എത്തിച്ചേരും. പ്രശ്നം നിങ്ങളുടെ കരിയറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും അവിടെയും ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരും. അതിനൊരു മാറ്റം വരും, ഒരു പോസിറ്റീവ് മാറ്റം വരും എന്നാണ് കാണുന്നത്. ഇരിക്കുന്ന 2 ഓഫ് വാണ്ട്സ് ആണ്. ഇതുവരെ നിങ്ങൾ ഒരു 2 സിറ്റുവേഷനെ എടുത്ത് വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെയും ഇത് ചാരിറ്റിലും കാണുന്ന 2 ചോയ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വന്ന് നിങ്ങളെ തകർത്ത് കൊണ്ടിരിക്കുമ്പോൾ അതൊരു സൈഡിൽ, നിങ്ങളുടെ സന്തോഷം ഒരു സൈഡിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ഒരു സൈഡിൽ, ഇങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാതെ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അതിനും ഒരു മാറ്റം വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒന്നിനെ പിടിച്ച് മുന്നോട്ട് പോകാൻ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചില പാറ്റേൺസ് നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ ഇൻറ്റ്യൂഷൻ പറയും, ഇല്ല ഇത് വേണ്ട, വിട്ടിട്ട് നീ മോൺ ചെയ്യ്, നിനക്കിതാണ് നല്ലതെന്ന് പറഞ്ഞാലും നമ്മൾ അത്രയും ചിലപ്പോൾ ട്രൂ ലവ് ചെയ്തിട്ടുണ്ടാവും ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും നമ്മുടെ ജോലിയിൽ. അതുകൊണ്ട് നമുക്കത് വിട്ടിട്ട് മൂവ് ഓൺ ചെയ്യാൻ കഴിയാതെ നമ്മൾ വീണ്ടും അതിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ ശ്രമിക്കും. എപ്പോഴാണോ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അവിടെ നിന്നാണ് നമ്മുടെ ലൈഫിൻ്റെ സക്സസ്സും സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ ഒരു ചാപ്റ്ററും ഒക്കെ ആരംഭിക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് സ്ട്രെങ്താണ്. ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ട്രെങ്ത് ഒന്നും ഇല്ലാതെ ആ ഒരു കംഫർട്ട് സോണിൽ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ ആ സ്ട്രെങ്ത് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കതിനുള്ള ഒരു കോൺഫിഡൻ്റ് ഉണ്ട്, നിങ്ങൾക്കതിന് പറ്റും. നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടാവുകയും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടും. ആ സ്ട്രെങ്ത് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലെത്തിച്ചേരും എന്നാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടായാൽ പോലും മറ്റുള്ളവരെന്ത് പറയും, ഈ സമൂഹം എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ കംഫർട്ട് സോണിൽ നിന്ന് പോയാൽ എൻ്റെ ലൈഫ് എന്താവും, എൻ്റെ ഫ്യൂച്ചർ, ഇങ്ങനെയൊക്കെ നിങ്ങൾ അത് തന്നെ ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പർപ്പസിനെ നോക്കി പോകാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ആയി നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്കൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടുകയോ ഒരു സപ്പോർട്ട് കിട്ടുകയോ ഒരു വാല്യൂ തരാതെ നിന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർ നിങ്ങൾക്കിനി ഒരു ഈക്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് വാല്യൂ തരും എന്നാണ് കാണുന്നത് കുറച്ച് പേർക്ക്. ഇനി കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന, നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തുന്ന, നിങ്ങൾക്ക് അത്രയും വാല്യൂ തരുന്ന, നിങ്ങളുടെ പോസിറ്റിവിറ്റി, ഇപ്പോൾ
ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ സോൾമേറ്റ് കണക്ഷൻസ് എല്ലാം നമ്മുടെ പോസിറ്റിവിറ്റിയെ കണ്ടുപിടിച്ച് അത് എൻകറേജ് ചെയ്ത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ് സോൾമേറ്റ് കണക്ഷൻ. പക്ഷേ നമ്മുടെ ചില ബന്ധനങ്ങളായി പെട്ടു നിന്നിട്ടുണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്, അതാണ് കാർമിക് റിലേഷൻഷിപ്പ്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ്സിനെ മാത്രം തിരഞ്ഞു പിടിച്ച് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് തകർത്ത് നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കും, അതാണ് കാരണം. പക്ഷേ ഇതങ്ങനെയല്ല, നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിച്ച് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുന്ന ഒരു സപ്പോർട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അത് ചിലപ്പോൾ ഒരു പാർട്ട്ണറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ടായിട്ടായിരിക്കാം. സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിലും ആവാം. സോ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.